നമ്മുടെ തിരുവനന്തപുരത്ത് ചിതാഭസ്മ ആരതി നടക്കുന്ന ശിവലിംഗമുള്ള ഒരിടമുണ്ട്. 2018 ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ശിവലിംഗം. 108 ശിവലിംഗം ഒന്നിനുമീതെ ഒന്നായി 2125 പ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ശിവലിംഗം. അന്ന് 36 അടി ഉയരമുണ്ടാകും ഈ ശിവലിംഗത്തിന്. 12 ജ്യോതിർലിംഗത്തിൽ പോയി വന്ന വീണ്ടും ഈ വരുന്ന 26-ാം തീയതി പോകാൻ ഒരുങ്ങുന്ന ശിവലിംഗം. ചിതാഭസ്മാരതി നടക്കുന്ന ശിവലിംഗം. ആർക്കും അഭിഷേകം ചെയ്യാൻ സാധിക്കുന്ന ഇടം. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഈ ബാലാലയത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷം എന്ന് പറയുന്ന സമയത്ത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൾക്കാർക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ പരിഹാസ രൂപത്തിലൊക്കെ ആയിരിക്കും സാധാരണ സംഘടനകളെ കാണും പോലെ തന്നെ കണ്ടുള്ളത്. പരിഹസിച്ചു, പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പം വൻ തിരക്കാണ് ഇപ്പം അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ 4 മണിക്ക് തുടങ്ങിയിട്ടുള്ള അഭിഷേകം, അതായത് ഒരു കുടുംബം 108 കുടങ്ങളിൽ അഭിഷേകമാണ് നടത്തുന്നത്. അത് വൈകുന്നേരമായിട്ടും തീർന്നില്ല, ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇന്ന് വൈകുന്നേരം ദീപാഭിഷേകം എന്ന് പറഞ്ഞൊരു പരിപാടി പോവുകയാണ്. അമാവാസിയാണ്. അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കും. പക്ഷേ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് ശേഷം അടുത്ത 26-ാം തീയതി ഈ ശിവലിംഗവുമായി ഭാരതത്തിൻ്റെ 12 ജ്യോതിർലിംഗങ്ങളും കൂടാതെ നേപ്പാളിലേക്ക് കൂടി യാത്ര തിരിക്കുകയാണ്. നിരവധി പ്രാവശ്യം ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ ഈ ശിവലിംഗം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നേപ്പാളിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഈ ബാലാലയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പലരും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടതിന് ശേഷമുള്ള ചിതാഭസ്മം ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഏകദേശം 300ഓളം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അറിയപ്പെടുന്ന സംഗീതജ്ഞയായിരിക്കുന്ന ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ, അവരുടെ മകള്, അതേപോലത്തെ പ്രഗത്ഭരായുള്ള വ്യക്തികൾ, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഇപ്പോൾ തന്നെ 2, 3, 4 ആളുകൾ അഭിഷേകം ചെയ്ത് അവരുടെ ഫോട്ടോ പോലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്കൊരു വൻ മുന്നേറ്റം നടത്താൻ പോകുന്ന ഒരു വലിയ യജ്ഞമാണ് ഈ യജ്ഞവേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ തുടക്കം ഒരു ചെറിയ ശിവലിംഗത്തിൻ്റെ മാതൃകയായിരുന്നെങ്കിൽ അതിനുശേഷം ഓരോ വർഷവും ഇവിടുത്തെ ഭക്തന്മാരാൽ കൊണ്ടുവരുന്ന പഞ്ചലോഹങ്ങൾ, പല ലോഹങ്ങളാണ്, അതെല്ലാം കൂടി ചേർത്ത് ഉരുക്കി അതിനോടനുബന്ധിച്ച് അടുത്ത ലെയർ ഇങ്ങനെ ഇപ്പോൾ 9ാമത്തെ വർഷത്തുമ്പോഴേക്ക് ഏകദേശം 750 കിലോയിലധികം ഭാരത്തോടു കൂടി ഇത് വന്നിരിക്കുന്നു. ഏകദേശം നല്ല കട്ടിയുള്ള ലെയറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 108 വർഷം കഴിയുന്ന സമയമാകുമ്പോഴേക്ക് ഇതിൻ്റെ ഉയരം കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ വ്യാപ്തി കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ്, ഈ സ്ഥലം തന്നെ തികയോ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ തലമുറ, ഇന്നത്തെ ഈ പ്രവർത്തകർ, ഇതിൻ്റെ സംഘാടകർ, ഇവരെല്ലാം മിക്കവാറും ഇല്ലാത്തൊരു അവസ്ഥ കൂടിയായിരിക്കും ആ സമയമാകുമ്പോഴേക്ക്. പക്ഷേ ജനങ്ങൾ ഇതിലേക്ക് ഒഴുകി വരുന്നു. ധാരാളം ആളുകൾ, അമ്മമാരും സഹോദരിമാരും അടങ്ങുന്ന ഭക്തജന കൂട്ടം തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും അല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ പ്രാർത്ഥന എന്നത്തെ സ്വയമായിട്ട് അഭിഷേകം ചെയ്യാം. അത് വലിയൊരു പ്രധാനമാണ്. കേരളത്തിൽ സ്വയമായിട്ട് അഭിഷേകം ചെയ്യാൻ സാധിക്കില്ല. ഇതിന് സമയമില്ല, സന്ദർഭമില്ല, ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥിതി കൂടി ഇതിന് പ്രത്യേകതയാണ്. ഏത് സമയത്തും വരാം, ഏതഭിഷേകവും ചെയ്യാം. പാല് കൊണ്ടോ, തൈര് കൊണ്ടോ, നെയ്യ് കൊണ്ടോ, വെണ്ണ കൊണ്ടോ, ജ്യൂസ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും അഭിഷേകം ചെയ്യാമാണ്. ഒന്നുമില്ലെങ്കിൽ ജലം ഉപയോഗിച്ചിട്ട് അഭിഷേകം ആർക്കും, അന്ത്യജനും അഗ്രജനും, ഉന്നത ശ്രേണി അലങ്കരിക്കുന്നവനും, താഴേക്കിടെ കിടക്കുന്നവനും, കുടിലിൽ താമസിക്കുന്നവനും, കൊട്ടാരത്തിൽ താമസിക്കുന്നവനും, സന്യാസിക്കും ഗൃഹസ്ഥനും എല്ലാവർക്കും അഭിഷേകം ചെയ്യാവുന്ന ഒരന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഏത് സമയത്തും വരാം. അവർക്ക് സ്വയം ജലമെടുത്തിട്ട് സ്വയമായിട്ട് അഭിഷേകം ചെയ്യാം. ഇത് ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നു എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ആ നിലയ്ക്ക് ആളുകൾ സ്വയം അഭിഷേകം ചെയ്യുന്ന ആളുകൾക്ക്
അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഒരു വലിയ ആൾ IPS ഓഫീസറായ ആൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മക്കളില്ലാത്ത ചിലർക്ക് ഇവിടെ 5, 8, 9 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് മക്കളുണ്ടാവുന്നു. കുട്ടികളെല്ലാം ഇവിടെ ഈ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നു. ഇതെല്ലാം ഇവിടെ കാണുന്ന വലിയൊരു പ്രത്യേകതയാണ്. ജനങ്ങളെ ആകർഷിക്കുന്നതാണ്, ജനങ്ങൾ വരുന്നതാണ്. അനുഭവസ്ഥർ ധാരാളം ഈ സ്ഥലത്തുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ ട്രസ്റ്റ് അംഗങ്ങളും അതുകൂടാതെ കൃഷ്ണശ്രീയെ പോലുള്ള മഹത് വനിതകളുടെ ഒരു കൂട്ടായ്മയും എല്ലാം ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്.